സ്പൈസ് ആൻഡ് നട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ടേസ്റ്റിയായ മുഗളായി വൈറ്റ് ചിക്കൻ കറി ആയല്ലോ. തീരെ സ്പൈസി അല്ലാതെ ഒരു ചെറിയ നട്ടി ഫ്ലേവറൊക്കെ ആയിട്ട് ഡിന്നറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെ എല്ലാം ഒരേപോലെ കഴിക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് മുഗളായി വൈറ്റ് ചിക്കൻ കറി. ക്രീമും കാഷ്യൂനട്ടും ചിക്കനും എല്ലാം ചേർത്ത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടേബിൾ സ്പൂൺ യോഗേട്ട്, അല്ലെങ്കിൽ യോഗേട്ട് അവൈലബിൾ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തൈര് എടുക്കുക, പുളി കുറഞ്ഞ യോഗേട്ട് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഗ്രേവിക്ക് വേണ്ടിയിട്ട് വലിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തത്, 2 പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തത്, ചെറിയൊരു കഷ്ണം പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക, 1 ബേ ലീവ്സ്, 1/2 ടീസ്പൂൺ ഗരം മസാല, ഓൾ സ്പൈസസ് എല്ലാം ചേർത്ത് പൊടിച്ചെടുത്ത ഗരം മസാലയാണിത്. 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ മിക്സ് ചെയ്ത് വെച്ചതാണ്. 3-4 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം, 10-15 കാഷ്യൂനട്ട്, 1 ടീസ്പൂൺ പോപ്പി സീഡ്സ് അല്ലെങ്കിൽ കസ്കസ്. ഇത് ഓപ്ഷനിലാണ്, പക്ഷെ ചേർത്താൽ കുറച്ചൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഓപ്ഷനായിട്ടുള്ള കേവ്ഡ വാട്ടർ എന്നറിയപ്പെടുന്ന നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫുഡുകളിലെല്ലാം അറിയപ്പെടുന്ന ഒരു വാട്ടറാണിത്. റോസ് വാട്ടറൊക്കെ പോലെ ഒരു ഫ്ലേവർ ആയിട്ടുള്ള വാട്ടർ, കേവ്ഡ വാട്ടർ. ഇത് കുറച്ച് ഡ്രോപ്സ് അവൈലബിൾ ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഒരു നല്ലൊരു അരോമാറ്റിക് ഫ്ലേവർ ആയിരിക്കും ഇത് ചേർത്താൽ. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കൊറിയൻഡർ ലീവ്സ് ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് സവാള വറുത്തെടുത്തത്. ആദ്യം തന്നെ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് 1-2 മണിക്കൂർ മാറ്റി വയ്ക്കണം. അതിനുവേണ്ടി കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ഉപ്പ്, കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, യോഗട്ട്, ഇത്രയും സാധനം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് 1 മണിക്കൂറോളം മസാല പിടിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അതേപോലെ തന്നെ കസ്കസും കാഷ്യൂനട്ടും പോപ്പി സീഡ് ഇത് രണ്ടും കൂടി നന്നായിട്ട് വെള്ളമൊഴിച്ച് 1/2 മണിക്കൂറോളം അതും കുതിർത്ത് വെച്ച് മാറ്റി വയ്ക്കാം. ഇത് കുതിർന്ന് വന്ന ശേഷം മിക്സിയിലെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഗ്രേവി തയ്യാറാക്കാനായിട്ട് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യും ഓയിലും മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടായി വന്ന് അതിലേക്ക് ബേ ലീവ്സ്, പട്ട, ഏലക്ക, ഗ്രാമ്പു ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കുക. ഒന്നത് ചൂടായി വന്ന് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. സവാള നന്നായി ചൂടായി കഴിഞ്ഞാൽ ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് ഇതിൻ്റെ കളറൊന്ന് മാറി ചെറുതായി ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യുക. ഒരുപാട് ബ്രൗൺ കളറായി പോകേണ്ട ആവശ്യമില്ല, കളർ ഒന്ന് മാറി വന്നാൽ മതി. സവാള ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഈ ചിക്കൻ്റെ സൈഡെല്ലാം ഒന്ന് ബ്രൗൺ ആയി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ 2 സൈഡും ഒന്ന് മറച്ചിട്ട് ഏകദേശം ഇതേപോലെ ഒന്ന് കളർ മാറി ഒരു ബ്രൗൺ കളറിലെ എഡ്ജിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്തിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് ചേർത്ത ശേഷം അതിലേക്ക് കാഷ്യൂനട്ടും കസ്കസും കൂടി അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് വെച്ച് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ ഒന്ന് വെന്ത് വരുന്നത് വരെ ഇനി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഗരം മസാല കൂടി ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക.
2 മിനിറ്റിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സവാള, അതിൻ്റെ കൂടുതൽ നേരത്തെ ഞാൻ പറഞ്ഞ ഓപ്ഷനിലായിട്ടുള്ള കേവഡ വാട്ടർ 2-3 ഡ്രോപ്സ് മാത്രം, ഒരുപാട് അതിൻ്റെ സ്മെല്ല് ഭയങ്കരമായിരിക്കും, കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. ടേസ്റ്റിയായ മുഗളായി വൈറ്റ് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ യൂട്യൂബ് അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയും മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ആഴ്ച വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.